പെരുന്നാൾ ആഘോഷത്തിന് തീന്മേശ വിഭവസമൃദ്ധമാക്കാൻ ഏതോ നാട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് ഈ മിണ്ടാപ്രാണികളെ അടിവാരത്തെത്തിച്ചത്. ഇവയിൽ പലതും രോഗം ബാധിച്ചതാണെന്ന കാര്യം അതിനിടെയാണ് നാട്ടുകാരിൽ ഒരാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വിവരമറിഞ്ഞ ഉടൻ പ്രദേശവാസികളെല്ലാം സ്ഥലത്തെത്തി. പിന്നെ ബഹളമയം. ഇവിടെ കുറെ കാലമായിട്ട് ഇവിടെ ഇറച്ചി ബസീർ എന്ന് പറഞ്ഞ ആള് പിന്നെ ചത്തേനെ എല്ലാത്തിനും പുഴി വെച്ചതിന് ക്യാൻസർ പിടിച്ചതിനൊക്കെ അടുത്തിട്ട് എല്ലാവരും കഴിക്കലും എല്ലാം വാങ്ങലുണ്ട്. എല്ലാവരും വാങ്ങി പോകാനാണ് ഇതിനിതുവരെ തടഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾ ഇന്ന് നാളെ പെരുന്നാളാണ്. നാളെ ഇറക്കാനുള്ള സാധനം ഇവിടെ കൊണ്ടുപോയി കിട്ടിയ 9 എണ്ണവും പല രോഗങ്ങളായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടിയതാണ്. രോഗം വന്ന ഇവയെ വിറ്റഴിക്കാൻ ഉടമ ഒരു ഓഫറും മുന്നോട്ട് വെച്ചു. മറ്റു കടകളിൽ 150 രൂപയ്ക്ക് ലഭിക്കുന്ന പോത്തിറച്ചി പെരുന്നാൾ പ്രമാണിച്ച് 130 രൂപയ്ക്ക് നൽകുമെന്നതായിരുന്നു അത്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് സ്ഥലത്തെത്തി. രക്തപരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇവയുടെ മാംസം ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശവും നൽകി അവർ മടങ്ങി. എന്നിട്ടും പ്രതിഷേധക്കാർ അടങ്ങിയില്ല. രോഗം ബാധിച്ചതാണെന്ന വിവരം നാട്ടുകാരെ മുഴുവൻ അറിയിക്കാൻ ഇവയെയും കൊണ്ട് സമീപത്തെ അങ്ങാടിയിലേക്ക് പാതി വഴിയിൽ വെച്ച് ഒരെണ്ണം മരിച്ചു. ഇറച്ചിവെട്ടുകാരന്റെയും പ്രതിഷേധക്കാരന്റെയും അരിശം മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വന്ന മിണ്ടാപ്രാണികൾ അപ്പോഴും നിസ്സഹായതയോടെ മുറിഞ്ഞ വ്രണത്തിൽ പുഴുവരിക്കുന്ന വേദനയിൽ അലറുന്നുണ്ടായിരുന്നു. വയനാട് നിന്നും ക്യാമറമാൻ സുഭാഷിനൊപ്പം MV നിഷാന്ത്, ഇന്ത്യ വിഷൻ.